ഹലോ, വെൽക്കം ടു സ്പൈസ്ജെനിക്സ്. ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുമ്പളങ്ങ മോരുകറി ഉണ്ടാക്കി നോക്കിയാലോ. ഞാനിവിടെ ഒരു മീഡിയം സൈസ് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ നമുക്ക് ആവശ്യമില്ല, ഇതിൻ്റെ ഒരു 4/1 ഭാഗത്തോളം മതി കേട്ടോ. ഇതിപ്പം ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വരാം. ഇതാ ഞാൻ കട്ട് ചെയ്ത് 1 കപ്പ് കുമ്പളങ്ങ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ കുമ്പളങ്ങ പീസ് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതിലേക്ക് 3 പച്ചമുളക് നെടുകെ കീറിയത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് 1 കപ്പോളം വെള്ളം, അതായത് കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് കിട്ടാനായി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുമ്പളങ്ങ വേവുന്ന സമയത്തിന് നമുക്കിതിനുള്ള അരപ്പ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ചെറിയ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വലുതാണെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ജീരകവും 1 നുള്ള് ഉലുവാപ്പൊടിയും പിന്നെ 2 പച്ചമുളക് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അതിലേക്ക് ഞാനൊരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതേപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇത് നമ്മുടെ കുമ്പളങ്ങ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് കൊണ്ട് കുമ്പളങ്ങ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അധികം ടൈം വേണ്ട കുമ്പളങ്ങ വേവാനായിട്ട്. ഇനി നമുക്ക് ആ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഈ കുമ്പളങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇനി ഈ അടിച്ചെടുത്ത തൈര് നമുക്ക് ആ കുമ്പളങ്ങ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ 3/4 കപ്പോളം വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിയിൽ ഉപ്പ് ചെക്ക് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് മിക്സ് ചെയ്യുക. മീഡിയം ലോ ഫ്ലെയിമിലേ ഇടാവൂ, ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിളപ്പിക്കരുത്. തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകും. നമ്മൾ സ്പൂൺ വെച്ച് ഇളക്കുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഇതേപോലെ ആവി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്ത ഉടനെ പാത്രം സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കണം കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ കടുക് വറുത്തിടാനായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം 2 ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ഇടുക. അതിൻ്റെ കൂടെ 2 വറ്റൽമുളകും ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഈ ചെറിയ ഉള്ളി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചേർക്കാൻ പറഞ്ഞത്. ഇനി ഇത് നമുക്ക് നമ്മുടെ മോര് കറിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണിത് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി കുമ്പളങ്ങ മോരുകറി റെഡി.